അസ്സലാമലൈക്കും. പണ്ട് കാലമല്ലോ എൻ്റെ കൂട്ടുകാരെ, പിന്നെ ചെറിയ പൈസ ഉണ്ട് ജീവിക്കാൻ. ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട് ചെറിയ പൈസക്കല്ലോ. ഇന്ന് എത്ര പൈസ വേണം നമുക്ക് ജീവിക്കാൻ? ഒരുപാട് പൈസ വേണം ഇന്ന് ജീവിക്കാൻ. അന്നാണെങ്കിൽ പിന്നെ 100 റുപ്യ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും കിട്ടും. ഇന്ന് കിട്ടുന്നുണ്ട്. പണ്ടത്തെ കാലം പോലെയാണ് ഇന്ന് കാലം. ഇന്ന് 500 റുപ്യ പീടികയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം വർഷ സാധനം, കുറച്ചാണ് സാധനം കിട്ടും. അങ്ങനത്തെ ദുനിയാവല്ലേ ഇപ്പോൾ ആയി. പിന്നെ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുക? ഇങ്ങനെ ആയാലല്ലേ ഓരോരോ മനുഷ്യന്മാരും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുക 1000 റുപ്യയാണ്. പിന്നെ കൂലിപ്പണിക്കാർക്ക്. അല്ലാണ്ട് ഹോട്ടലിലും അടയിടയിലും പണിയെടുക്കുന്നവർക്കാണെങ്കിൽ വൈകുന്നേരം കിട്ടുക 500 റുപ്യ. ഈ 500 റുപ്യയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തെന്നാ സാധനം കിട്ടുക? 2 സാധനമായി 500 തീർന്നു. 8 മണിക്കൂറത്തെ പണിയുമായി അല്ലേ? 8 മണിക്കൂർ പണിയെടുത്തിട്ട് കിട്ടുന്ന വീട്ടിൽ വന്നാൽ പിന്നെയും ജോലി. ഇങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ജീവിക്കാൻ ഒരുപാട് പൈസ വേണം. ഇന്ന് ജീവിക്കണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലിക്ക് ജീവിക്കണ്ടെങ്കിൽ തന്നെ 10-30 റുപ്യ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന് അല്ലേ? ഇങ്ങനെയുള്ള ഇന്ന് പുരുഷന് ജോലി വേണം, സ്ത്രീക്കും ജോലി വേണം, എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമായിപ്പോയി. അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും കടയില്ലാതെ നമുക്ക് ഒപ്പിച്ചേർക്കല്ലേ. കടത്തിലല്ലേ പോകുന്നത്. നമ്മൾ പൈസയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങല്ലേ ചെയ്യുന്നത്. സ്കൂളെ വിദ്യാഭ്യാസത്തിന് എത്ര പൈസ വേണം, ഡ്രസ്സിന് എത്ര പൈസ വേണം, ഇതൊക്കെ അല്ല ഉള്ളത്. പിന്നെ അള്ളാഹു നമ്മുടെ എല്ലാവർക്കും നല്ല ജോലി തരട്ടെ. നമ്മളെ എല്ലാവരും നല്ല നിലയിൽ എത്തിച്ചേർത്തെ. അന്നേ റഹ്മത്തുള്ളാഹിന് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തേറ്റ വിഷമങ്ങളില്ലാത്ത മനുഷ്യന്മാർക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം അള്ളാഹു അതിനെ തൊട്ടിട്ട് നമ്മളെ കാത്തിരിച്ചിട്ടുണ്ട്. താങ്ങാൻ പറ്റാത്ത വിഷമമൊന്നും അള്ള തരില്ല. താങ്ങാൻ പറ്റുന്ന വിഷമം മാത്രമേ അള്ള തരില്ല. അൽഹംദുലില്ലാഹ്. ആമീൻ ആമീൻ. റഹ്മത്തുള്ളാഹി ബറക്കത്തുള്ളാഹി.